ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചീസ് വേൾഡ്. ഇന്ന് ഞാനൊരു പർച്ചേസിങ് വ്ളോഗായിട്ടാട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പേ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങോട്ടാന്നല്ലേ, അപ്പോൾ നമ്മുടെ മക്കളുടെ സ്കൂളൊക്കെ തുറക്കാറായി. അപ്പോൾ അതിന് മുന്നേ അവർക്ക് സ്കൂളിലോട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. കൂടെ തന്നെ വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങൾ കൂടി മേടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ എന്നത്തെയും പോലെ ഞങ്ങൾ ബസ്സിലാണ് ഒറ്റപ്പാലത്തോട്ട് പോകുന്നത്. ഞാനും ഉമ്മയും നേരെ ബേബിമാടെയാണ് പോണത്. മോനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, വൈകുന്നേരം ആയതുകൊണ്ട് ചിലപ്പോൾ മഴ പെയ്താലോ എന്ന് വിചാരിച്ചിട്ട് അവനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഞാനും ഉമ്മയും പാടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഒറ്റപ്പാലത്തോട്ടാണ് പോണത്. അപ്പോൾ ഞങ്ങൾ ഒറ്റപ്പാലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഒറ്റപ്പാലത്ത് ഞങ്ങൾ നേരെ പോയത് ഹൈപ്പർ മാർക്കറ്റിലോട്ടായിരുന്നു. റോയൽ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ മേടിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ മോന് ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും അതുപോലെ ബാഗും കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാധനങ്ങൾ ഓരോന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. മോൾക്ക് ഹിമാലയുടെ ഒരു പൗഡർ മേടിക്കാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. ഇപ്പോൾ ഹിമാലയുടെ പ്രൊഡക്റ്റുകൾക്ക് റേറ്റ് കൂടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ എന്നും ഹൈപ്പർ മാർക്കറ്റിലൊന്ന് പോയാൽ കിച്ചൻ്റെ ഏരിയയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരും. എന്തെങ്കിലുമൊക്കെ ഓഫറിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത റേറ്റ് ആണെന്നുണ്ടെങ്കിൽ മേടിക്കും. ഇപ്പം ഞാൻ അതിനെ പോയപ്പോൾ പൊട്ടറ്റോ പീലർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കുമായിരുന്നു. അപ്പോൾ പൊട്ടറ്റോ പീലർ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോന് ബാഗ് നോക്കാൻ വേണ്ടിയിട്ട് ബാഗിൻ്റെ സെക്ഷൻ എവിടെയെന്ന് ചോദിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ബാഗുകളൊക്കെ കുറേ നോക്കി. ചെറിയ കുട്ടികളുടെ ബാഗൊന്നും അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ കുഴപ്പമുണ്ടാവില്ല, വലിയ കളക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ബാഗിലൊന്നും. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ബാഗൊന്നും അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനിടയിൽ മോള് കരഞ്ഞിട്ട് മോൾക്കൊരു ബിസ്ക്കറ്റ് കൊടുക്കുമായിരുന്നു. അതിന് ഞാനൊരു ഓറി ബിസ്ക്കറ്റ് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളത് കഴിച്ചിട്ട് കരാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ സാധനങ്ങൾ ഓരോന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാക്കിയുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ മോന് വാട്ടർ ബോട്ടിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച വാട്ടർ ബോട്ടിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെയുള്ള ബോട്ടിൽസൊക്കെ നല്ല വലിപ്പമുള്ള ബോട്ടിലായിരുന്നു. അതുകൊണ്ട് ഞാനത് എടുത്തില്ല. പിന്നെ വാട്ടർ ബോട്ടിൽ ചെറിയ കുട്ടികളുടെ അധികം ഉണ്ടായിരുന്നില്ല കളക്ഷന്. 2-3 നോക്കിയപ്പോൾ കണ്ടത്. അതൊന്നും ഇഷ്ടമായില്ല. മോന് വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ അവന് വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയില്ല. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളും അതുപോലെ ബിസ്ക്കറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. ബില്ലൊക്കെ ചെയ്തിട്ട് പിന്നെ ഞാനും നേരെ റഷ്യ ഫാൻസിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണ് അവളുടെ മോൾക്ക് ബാഗ് എടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഞാൻ നോക്കാമെന്ന് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ പിന്നെ ഒരുപാട് ബാഗ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. കാരണം അവർ അവിടെ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബാഗുകളായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും അവിടെ തന്നെ കൊടുന്ന് കൊടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറേ ബാഗുകൾ കാണിച്ചു തന്നു.
എന്നിട്ട് അവന് സ്പൈഡർമാൻ്റെ പിക്കുള്ളതാണ് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ സിബും കാര്യങ്ങളൊക്കെ ഉമ്മ ചെക്ക് ചെയ്യായിരുന്നു. എന്നിട്ട് അവസാനം ഞങ്ങൾ റെഡ് കളർ ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ പെന്നും പെൻസിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അവനൊരു പൗച്ചും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പൗച്ചാട്ടോ കാണിച്ചു തരുന്നത്. പൗച്ച് കുറേ കാർട്ടൂൺസ് ഉള്ള പൗച്ചുണ്ടായിരുന്നു. ഞാൻ ആ ബാഗിന് മാച്ചായിട്ടുള്ള സ്പൈഡർമാൻ്റെ പൗച്ചാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ബാഗൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ലഞ്ച് ബോക്സിലോട്ടുള്ള ബാഗ് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇഷ്ടമായില്ല, അതുകൊണ്ട് അത് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ താഴോട്ട് പോയിട്ട് അവരോട് ബില്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ബില്ലിനയുടെ കൂടെ സ്റ്റാപ്ലറിനുള്ള പിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു കുട മേടിക്കാനുണ്ടായിരുന്നു, ഒരു കുടയും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതൊക്കെ ബില്ല് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ റഷ്യ ഫാൻസിൽ ഞങ്ങൾ പിന്നെ നേരെ പോയത് മദർ കെയറിലോട്ടായിരുന്നു. മോന് ലഞ്ച് ബോക്സിലേക്കുള്ള ബാഗ് മേടിക്കാനായിരുന്നു. ഞങ്ങൾക്ക് റഷ്യയിൽ നിന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് നല്ല വലിപ്പമുള്ളതായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് സ്മോൾ ആയിട്ടുള്ളതായിരുന്നു വേണ്ടത്. മോൻ്റെ ലഞ്ച് ബോക്സ് കറക്റ്റായിട്ട് ഫിറ്റായിട്ടിരിക്കുന്ന രീതിയിലാണ് വേണ്ടത്. പിന്നെ ഞങ്ങൾ അതൊക്കെ അവിടെ നോക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ ചെറിയൊരു ലഞ്ച് ബോക്സിൻ്റെ ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു കേട്ടോ, ഈ ബ്ലൂ കളറായിരുന്നു ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിന് മുകളിലോട്ട് പോയിട്ട് ഞങ്ങൾക്ക് വേറെ കുറച്ച് സാധനം കൂടി നോക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ മുകളിലോട്ട് പോയിട്ട് വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും നോക്കാനാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ കുറേ വാട്ടർ ബോട്ടിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ ഞാൻ അവന് വാട്ടർ ബോട്ടിൽ ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അടുപ്പ് കുറച്ച് ലൂസായിരുന്നു, ഒരുപാട് യൂസ് ചെയ്യുന്നത് കൊണ്ട് ലൂസായിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ മോഡൽ വേണ്ട പറഞ്ഞിട്ട് ഞങ്ങൾ വേറെ ടൈപ്പാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അവർ കാണിച്ചു തരുന്ന വാട്ടർ ബോട്ടിലൊക്കെ വള്ളിയുള്ള ടൈപ്പായിരുന്നു. അവന് വള്ളിയുള്ള ടൈപ്പ് വേണ്ട പറഞ്ഞിട്ട് അത് നോക്കാതെ വേറെ മോഡൽ കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു വാട്ടർ ബോട്ടിൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു സ്പൈഡർമാൻ്റെ വാട്ടർ ബോട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് പിന്നെ ലഞ്ച് ബോക്സ് നോക്കി. ലഞ്ച് ബോക്സ് ഒന്നും എനിക്ക് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് താഴോട്ട് പോയിട്ട് ഞങ്ങൾ ബില്ല് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചോളപ്പോൾ ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബസ്സൊക്കെ കയറിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. പിന്നെ അവന് ബാഗും ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ തന്നെ മേടിക്കാനുണ്ടായിരുന്നുള്ളൂ. ബുക്സൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടും, അതിന് കൂടെ തന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് അതൊന്നും മേടിക്കേണ്ടി വരില്ല. ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.